ബേസിക് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. +1 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും 4 ഇയർ ഡിഗ്രി BBA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മേജറായിട്ടും മൈനറായിട്ടും വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിലും ഉൾപ്പെടുന്ന ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടിനെ മെയിനായിട്ട് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും അതേപോലെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറയുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ട്രേഡിംഗ് അക്കൗണ്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ് വരുന്നത്. ഇനി പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്ന രണ്ട് അക്കൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ്, ട്രേഡിംഗ് റിസൾട്ട് ആണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലെ ട്രേഡ് റിസൾട്ടിനെ കാണിക്കാൻ, റിസൾട്ട് ഓഫ് ട്രേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഗ്രോസ് ലോസ് ആയിരിക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നമുക്കൊരു ഫോർമാറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ദി ഫേം, ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കുന്നു. ഇവിടെ രണ്ട് പോർഷനാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്, ഡെബിറ്റ് പോർഷനും അതായത് ക്രെഡിറ്റ് പോർഷനും. ഡെബിറ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സും എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് വരും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന എന്താണ്, ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കിനെയാണ് കാണിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് പർച്ചേസിനെ കാണിക്കുന്നു. റിട്ടേൺ ഉണ്ടെങ്കിൽ, പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം. ഇനി എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് കാണിക്കേണ്ടത്. പൊതുവെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് കേരേജ് ഇൻവേർഡ്, വേജസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഒക്ട്രോയ്, ഫ്രൈറ്റ്, അതേപോലെ ക്ലിയറിംഗ് ചാർജ്, ഫ്യൂവലി, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, ഇനി കൺസ്യൂമർ സ്റ്റോർ, പവർ, ഗ്യാസ്, വാട്ടർ, എക്സൈസ് ഡ്യൂട്ടി, ഡോക്ക് ഡ്യൂ, കസ്റ്റമർ ഡ്യൂട്ടി, അതേപോലെ തന്നെ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, കാർട്ടേജ്, ഇതൊക്കെ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നതോ സെയിൽസ്, അതിൽ നിന്ന് റിട്ടേൺ കുറക്കുന്നു, അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും, ഗ്രോസ് ലോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത്. എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: From the following information, prepare trading account for the year ending 31st March 2025. Purchases 5 lakh, wages 60,000, return outward 10,000. Return outward ഉണ്ടാവും, ഇൻവേർഡ് ഉണ്ടാവും. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വാങ്ങിച്ച സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിന്, അതായത് പർച്ചേസ് റിട്ടേൺ ആണ്. ഇനി കേരേജ് ഇൻവേർഡ്, അതേപോലെ റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. ഇനി ഫ്യൂവൽ, ഗ്യാസ് ആൻഡ് വാട്ടർ 3,500, സെയിൽസ് 7,50,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 1,10,000, ക്ലോസിംഗ് സ്റ്റോക്ക് 1,27,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് വരക്കുന്നു. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. ആദ്യം നമ്മൾ കാണിക്കേണ്ടതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 1,10,000 ആണ്. നെക്സ്റ്റ് നമ്മൾ പർച്ചേസിനെ കാണിക്കുന്നു. 5 lakh ആണ് പർച്ചേസ്, റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നർ കോളത്തിൽ നമ്മൾ എമൗണ്ട് കാണിക്കുക. 5 lakh നിന്നും 10,000 മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 4,90,000 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേരേജ് ഇൻവേർഡ് 2,000, അതേപോലെ വേജസ് 60,000, ഫ്യൂവൽ, ഗ്യാസ്, വാട്ടർ 3,500. ഇതൊക്കെ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിനൊക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് എന്താണ്, സെയിൽസ് 7,50,000 ആണ്. അതിൽ നിന്ന് റിട്ടേൺ ഇൻവേർഡ്, അതാണ് സെയിൽസ് റിട്ടേൺ കുറക്കുന്നു. ഇപ്പോൾ 7,36,000 എന്ന് കിട്ടും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, 8,63,000 എന്ന് ക്രെഡിറ്റ് സൈഡിൽ കിട്ടും. ഇത് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്നും ഡെബിറ്റ് സൈഡിലെ മറ്റുള്ള എല്ലാ എമൗണ്ടുകളും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ് 1,97,500 എന്ന് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.